To make an end is to make a beginning. The end is where we start from. Hi, good evening, everyone. My name is Shahida. I'm an online teacher. റെറ്റോറിയ പബ്ലിക് സ്പീക്കിന്റെ ഇന്നത്തെ ഈ സെഷനിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം, സന്തോഷം. ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഒത്തുചേരാൻ കഴിഞ്ഞതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം നിങ്ങളെ എല്ലാവരെയും ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് റെറ്റോറിയ പബ്ലിക് സ്പീക്കിംഗ് സെഷനിലൂടെ എനിക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായതുള്ളതിനെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ ഒരു സ്പീച്ചിന് ആവശ്യമായ കണ്ടൻസ്, ബേസിക് ആയിട്ടുള്ള ആ 7 എലമെന്റ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ റെറ്റോറിയ പബ്ലിക് സ്പീക്കിംഗ് സെഷനിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മളൊരു ക്ലാസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീഡിയോ എങ്ങനെയായിരിക്കണം, നമ്മുടെ വീഡിയോ റെക്കോർഡിങ്ങിലെ നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ എങ്ങനെയായിരിക്കണം, നമ്മുടെ ഐ കോണ്ടാക്ട് എങ്ങനെയായിരിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഈ ഒരു സെഷനിലൂടെയാണ്. അതുപോലെ തന്നെ പല റെക്കോർഡഡ് സെഷനുകളും പല ലൈവ് സെഷനുകളുടെയും എൻ്റെ കോൺഫിഡൻസ് എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയ എന്നും എനിക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ റെറ്റോറിയ പബ്ലിക് സ്പീക്കിംഗ് സെഷനിലൂടെയാണ്. ഇനിയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെൽക്കം സ്പീച്ചിന് പകരം ഇതൊരു മെയിൻ സ്പീച്ചായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കാണ്. ആദ്യമായിട്ട് വെൽക്കം ചെയ്യുന്നത് റെറ്റോറിയയുടെ കോ-ഫൗണ്ടേഴ്സ് ആയ ലൈല മാം ആൻഡ് റസീന മാം. രണ്ടുപേരും വളരെ ഡെഡിക്കേറ്റഡ് ആൻഡ് സിൻസിയർ ആയിട്ടുള്ള മെന്റേഴ്സ് ആണ്. നമുക്ക് വേണ്ടി ഓരോ ക്ലാസ്സും അവരുടേതായ സ്റ്റൈലിൽ ലൈല മാം വളരെ എനർജറ്റിക് ആൻഡ് എന്തൂസിയാസ്റ്റിക് വേയിലാണ് നമുക്ക് ഓരോ സെഷനും നമ്മൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റസീന മാം വളരെ പേഷ്യൻസോട് കൂടിയിട്ട് അതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ഓരോ സെഷനും എടുത്തു തന്നിരുന്നത്. രണ്ടുപേരെയും ഈ സമയത്ത് വെൽക്കം ചെയ്യാൻ കിട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ 2 മെന്റേഴ്സിനെയും നമ്മുടെ ഇന്നത്തെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. വി വെൽക്കം യു മാം. ഇനി നമ്മുടെ ഇന്നത്തെ മെയിൻ സ്പീച്ചിനായിട്ട് വന്നിട്ടുള്ളത് ഡോക്ടർ റിസ്വാനയാണ്. ഡോക്ടർ റിസ്വാന ഒരു ഡെന്റിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ 6th ബാച്ച് റെറ്റോറിയ പബ്ലിക് സ്പീക്കിങ്ങിന്റെ 6th ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ആളുടെ ഇനിയുള്ള ലൈഫ്, ആളുടെ കരിയർ ലൈഫിന് എല്ലാവിധ ആശംസകളും നേരാണ്. അതോടൊപ്പം പബ്ലിക് സ്പീക്കിംഗ് സെഷനിലും ആൾ ഉന്നതങ്ങളിൽ എത്തട്ടെ. നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ സ്പീച്ചിനായി ആളെ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ആളെ ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം ഡോക്ടർ റിസ്വാന. നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും എൻഡ് പഞ്ച് എന്ന് പറയുന്നത് അതിലെ വോട്ട് ഓഫ് താങ്ക്സ് ആണല്ലേ. അതിനായി നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മിസ് നവലാണ്. നവൽ ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡൻ്റ് ആണ്. ഒപ്പം തന്നെ നമ്മുടെ 6th ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ നവലിനെ നമുക്ക് നമ്മുടെ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ട് ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നവലിന് എല്ലാവിധ ആശംസകളും നേരാണ്. ആളുടെ പിന്നീടുള്ള ലൈഫിന്, കരിയർ അതുപോലെ തന്നെയുള്ള പേഴ്സണൽ ലൈഫിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം മിസ് നവൽ. ഇനി ഇന്നത്തെ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓഡിയൻസ് ആണല്ലേ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ പറയാം, നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും നമ്മുടെ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. പബ്ലിക് സ്പീക്കിങ്ങിന് എന്തെല്ലാം ഇമ്പോർട്ടൻസ് അതൊക്കെ മനസ്സിലാക്കാനും ഇനി ജോയിൻ ചെയ്യാനുള്ളവർക്ക് അതിനൊരു അവസരമായിട്ട് അതിനുവേണ്ടി ഈ സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ അടിത്തട്ടിൽ നിന്നും നിങ്ങൾ ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം യു ഓൾ. ഇന്ന് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, ഒരു വെൽക്കം സ്പീച്ചിനായിട്ട് ഒരു അവസരം തന്നതിന് ആദ്യമായിട്ട് ദൈവത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ റെറ്റോറിയ ഗ്രൂപ്പിനോടും നമ്മുടെ മെന്റേഴ്സിനോടും ബാക്കി എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ മെയിൻ സ്പീച്ചിനായി ഡോക്ടർ റിസ്വാനയെ ക്ഷണിക്കുകയാണ്. ഓവർ ടു യു റിസ്വാന മാം. Thank you. Okay, thank you, Shahida ma'am. ഞാൻ audible ആണോ? Yes, audible ആണ്. A journey from fear to freedom. Yes, that is rhetoric to me. Hi all, I am Dr. Rizwana. ഞാൻ ഡെന്റിസ്റ്റ് ആണ്. ആദ്യം തന്നെ റെറ്റോറിയ ടീമിന് വളരെയധികം നന്ദി പറയാണ്. ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന്. where I want to be a good speaker.
എങ്ങനെ ഒരു നല്ല സ്പീക്കർ ആവാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എന്നെ കേൾക്കാൻ വന്നിരിക്കുന്നവരൊക്കെ നല്ല സ്പീക്കർ ആവാൻ ആഗ്രഹിച്ച് വന്നിരിക്കുകയാണെന്ന് ഞാൻ കരുതുകയാണ്. സോ എന്താണ് പബ്ലിക് സ്പീക്കിംഗ്? എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമ്മൾ അനുഭവിക്കുന്നത്? ഹൗ ടു ബ്രേക്ക് ഓൾ ദീസ് ബാരിയേഴ്സ് എന്നതൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അതിന്റെ ഒക്കെ മുന്നേ റിട്ടോറിയ ജേർണിയിലൂടെയുള്ള എന്റെ അനുഭവം ഞാനിവിടെ പങ്കുവെക്കാം. വളരെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതുപോലെ വലിയ സ്റ്റേജിലൊക്കെ വന്ന് സംസാരിക്കാന്, ഇതുപോലെ കുറെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ. ബട്ട് അറ്റ് ദ സെയിം ടൈം പേടിയായിരുന്നു. നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനും നമ്മളെ സ്കിൽസിനൊക്കെ പോളിഷ് ചെയ്തെടുക്കാനും ഇതിലും നല്ല പ്ലാറ്റ്ഫോം ഇല്ല. ഞാൻ ആദ്യം തുടക്കത്തിലുള്ള എന്റെ ടാസ്ക് ഒക്കെ ആലോചിക്കുകയാണ്. വിറച്ച് കയ്യും കാലൊക്കെ ആകെ വിറച്ച് കണ്ണിലൊക്കെ ആകെ ഇട്ട് കയറി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു. നമ്മള് റിട്ടോറിയ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിന്റെ ജേർണിയിലൂടെ കടന്നു പോയപ്പം ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് ലഭിച്ചു. ഒരു നല്ല ഇന്റർനാഷണൽ സ്പീക്കർ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്തൊക്കെ എലമെന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മളെ ഫിയറിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല ക്ലാസ്സുകൾ ലഭിച്ചു. നല്ല ബോഡി ലാംഗ്വേജസ് എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും, ഒരുപാട് ടാസ്കുകളൊക്കെ ലഭിച്ചു, ഹോംവർക്സ് ലഭിച്ചു. നല്ല മെന്ററിങ്ങിലൂടെ കടന്നുപോയി. ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിരുന്നു ഒരു ചെറിയൊരു പോർഷൻ ചെയ്യാനോ, ഒരു ഫാക്കൾട്ടി ഇന്റർവ്യൂ ചെയ്യാനോ. പക്ഷെ അതൊരു വലിയൊരു ക്രൗഡിന്റെ മുന്നിലായതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. എന്നാലും ഇവിടുന്ന് കിട്ടിയൊരു അനുഭവം ഒക്കെ വെച്ചിട്ട് ഞാൻ പറയാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പ്രോഗ്രാം നടന്നു. ഏറ്റവും നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റി. അവിടെ ഞാന് തിരിച്ചറിയാണേ, ഐ ഫീൽ മൈ ചേഞ്ച്. പലപ്പോഴും എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പല സിറ്റുവേഷനിലും നമുക്ക് ശരിയെന്ന് തോന്നുന്ന, നമുക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മുന്നിൽ കാണുന്ന ഒരു തീരുമാനം, ഒരു കമ്മിറ്റി എടുക്കുന്ന ഒരു കാര്യം, ഇത് ശരിയല്ല, ഇങ്ങനെയല്ല എന്ന് എഴുന്നേറ്റ് നിന്ന് പറയണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളെ ഉള്ളിൽ അതിനുള്ള തീയുണ്ട്. പക്ഷെ 4 ആളുകളുടെ മുന്നില് നമ്മൾ അഭിപ്രായം പറയാൻ നമുക്ക് ധൈര്യമില്ല. അതെന്തുകൊണ്ടാ? ഇതുപോലെയുള്ള നമ്മളെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തെടുക്കാന് we need to push ourselves little more. ഒരു ചെറിയ രീതിയിലുള്ള ഹാർഡ് വർക്ക്സ് ഒക്കെ കൊടുക്കാം. അത് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. എന്താണ് പബ്ലിക് സ്പീക്കിംഗ്? വെറുതെ നമ്മളൊരു സ്റ്റേജിലൊക്കെ പോയി നിന്നിട്ട് ഒന്ന് സംസാരിച്ചാൽ മതിയോ? അങ്ങനെയല്ല. പബ്ലിക് സ്പീക്കിംഗ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് കൺവേയിങ് ദ ഇൻഫർമേഷൻ. നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ പോരാ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻസ്പയറിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കണക്റ്റിംഗ് വിത്ത് പീപ്പിൾ. നമ്മൾ അറ്റ് ദ എൻഡ് പറഞ്ഞു തീരുമ്പോൾ ആരുടെയെങ്കിലൊക്കെ ലൈഫില് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവണം, ആരെങ്കിലൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവണം. അത്തരത്തിലുള്ളതായിരിക്കണം നമ്മളെ ഓരോ പബ്ലിക് സ്പീക്കിങ്ങും. കോമൺ ആയിട്ട് എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമ്മൾ നേരിടുന്നത്? ഫസ്റ്റ് വൺ ഫിയർ ആണെന്ന് പറയാം, അല്ലെ? സ്റ്റേജ് ഫിയർ. സ്റ്റേജ് ഫിയർ ആർക്കൊക്കെ ഉണ്ട്? ഏറ്റവും കൂടുതൽ ഫിയർ ഉള്ള കാര്യം സ്റ്റേജ് ഫിയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാല് നമുക്ക് കൈകാലുകളൊക്കെ വിറക്കും, ആകെ തൊണ്ടയിലൊക്കെ വെള്ളം പറ്റും, വാക്കുകളൊന്നും കിട്ടൂല, കണ്ണിലൊക്കെ ആകെ ഇരുട്ട് കയറും, അല്ലേ? അതുപോലെ ചിലർക്ക് സ്റ്റേജ് ഫിയർ ഒന്നും കാണൂല, പക്ഷെ അവർക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയൂല. അതുപോലെ മറ്റു ചിലരുണ്ട്, സെൽഫ് ഡൗട്ട് ആണ്. എനിക്ക് പറ്റുമോ? എന്നെ കൊണ്ട് സാധിക്കുമോ? അതുപോലെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഇങ്ങനെയൊക്കെ. ഇതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഹൗ ടു ബ്രേക്ക് ഓൾ ദീസ് ബാരിയേഴ്സ് ടു ബിക്കം എ ഗുഡ് സ്പീക്കർ. നോട്ട് ചെയ്യാട്ടാ ആവശ്യമുള്ളവർക്ക്. ദ ഫസ്റ്റ് തിങ് ഈസ് പ്രിപ്പയർ തറോലി. നമുക്കിപ്പോ ഒരു ടോപ്പിക് കിട്ടി, അപ്പൊ നമ്മൾ അതിന്റെ അകവും പുറവും ഏറ്റവും നന്നായിട്ട് പഠിച്ചെടുക്കുക. നല്ല രീതിയിൽ നമുക്ക് പറയാനും
നമ്മളെ ഓഡിയൻസിന് മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യാം, നല്ല കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് പ്രാക്ടീസ് വെൽ. നമ്മളൊരു മിററിന്റെ മുന്നിലൊക്കെ പോയി നിന്നിട്ടൊക്കെ സംസാരിച്ചു നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ, നമ്മൾ സെൽഫ് റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് നോക്കാം, ഓഡിയോ റെക്കോർഡിംഗ് ചെയ്ത് നോക്കാം, വീഡിയോ റെക്കോർഡിങ്സ് ഒക്കെ ചെയ്ത് നോക്കാം. നമ്മൾ ഓഡിയോ ചെയ്യുമ്പോൾ എന്താ അറിയോ, നമ്മൾ പ്രിപ്പയർ ചെയ്ത കണ്ടന്റും നമുക്ക് അവിടെ അലൗ ചെയ്ത ടൈമും ഓക്കെ ആണോ എന്ന് നോക്കാൻ പറ്റും. നമ്മളെ ടോൺ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാം, നമ്മൾ സംസാരിക്കുന്ന രീതി എങ്ങനെയുണ്ട്, ഇതിലൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ വീഡിയോ റെക്കോർഡ്സ് ഒക്കെ ചെയ്യാം. ആ ടൈമിലൊക്കെ നമ്മൾ ബോഡി ലാംഗ്വേജ് ഒക്കെ ഓക്കെ ആണോ, ഐ കോണ്ടാക്ട് ഉണ്ടോ, നമ്മളെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇതിലൂടെ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫോക്കസ് ഓൺ യുവർ മെസ്സേജ്. ശരിക്കും നമ്മൾ വെറീഡ് ആവാതെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, നമ്മൾ പറയുന്നതിന്റെ വാല്യൂ എന്താണ്, നമ്മൾ നമ്മളെ ഓഡിയൻസിന് എന്താണ് കൊടുക്കുന്നത്, അതിൽ ഫോക്കസ് ചെയ്യാം. അതുപോലെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇതിപ്പോ ഒരു പെർഫോമൻസിൽ മാത്രമല്ല, നമ്മളെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമുക്ക് സെൽഫ് ടോക്സ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരില്ലേ, ആ ടൈമിലൊക്കെ ഒരു മിററിന്റെ മുന്നിലേക്ക് പോയി നിന്നിട്ട് യെസ് റിസ്വാന, യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞു നോക്കൂ. അതുപോലെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, സക്സസ് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യല്, നമ്മളൊരു പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചോനെ നാളെയാണല്ലോ, പകുതിക്കല്ല ചങ്ങാണ്ട് നിന്ന് പോയാൽ എന്ത് ചെയ്യും, ഇങ്ങനെയായിരിക്കും നമ്മളൊക്കെ വിചാരിക്കുക അല്ലേ. അതിന്റെ പകരം നമ്മള് സ്റ്റേജിൽ കയറി എല്ലാരെയും മുന്നിൽ നല്ല ഉഷാറായിട്ട് നിന്ന് സംസാരിച്ച് ഞാൻ എന്താണോ പ്രിപ്പയർ ചെയ്തത് അതിലും ബെറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞു. ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ട്, കഴിഞ്ഞിറങ്ങി പോയപ്പോ ഓരോരുത്തരും ഷേക്ക് ഹാൻഡ് ഒക്കെ തരികയാണ്, അടിപൊളിയായിട്ടോ, എവിടുന്നാ വരുന്നത്, പേരെന്താന്നൊക്കെ ചോദിക്കണ്ടേ. ഇങ്ങനെ വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ. ഇത് നമ്മളെ സക്സസിലെത്തിക്കും. അതുപോലെ ആറാമത്തെ ഒരു കാര്യം, ടേക്ക് സ്മോൾ സ്റ്റെപ്സ്. നമ്മൾ എപ്പോഴും ഒരു സ്കില്ലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ചെറുതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇവിടെ റിട്ടോറിയന്റെ കോഴ്സ് തന്നോണ്ടിരുന്ന ടൈമിലൊക്കെ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഒരു ചെറിയ 1.5 മിനിറ്റിന്റെ ഓഡിയോ ചെയ്യാനാണ്. പിന്നെ അത് ഡ്യൂറേഷൻ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു, പിന്നെ വീഡിയോസ് ആയി, അതിനുശേഷം ലൈവ് ആയിട്ടുള്ള സെക്ഷൻസ് എടുക്കാനൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചെറിയ സ്കില്ല് വളർത്തിയെടുക്കേണ്ടത്. അതുപോലെ ഇതുപോലുള്ള കമ്മ്യൂണിറ്റികളിലും ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാം. അത് നമ്മളെ ലക്ഷ്യത്തിലേക്കുള്ള റൂട്ടുകൾ എളുപ്പമാക്കി തരും. അവിടുന്ന് നമുക്ക് നല്ല ഫീഡ്ബാക്സ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടല്ലേ, അതൊക്കെ വലിയ കാര്യമാണ് അല്ലേ. അതുപോലെ ഗെറ്റ് ഫീഡ്ബാക്സ്. നമുക്ക് ഇഷ്ടമുള്ള ജെനുവിൻ ആയിട്ട് തോന്നുന്ന ആളുകളുടെ മുന്നിലൊക്കെ പ്രസന്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇവിടെ റിട്ടോറിയല് കോഴ്സ് ചെയ്ത ടൈമില് നമ്മൾ ഓരോ ടാസ്കും ചെയ്യുമ്പം നമ്മളെ മെന്റേഴ്സ് നമുക്ക് ഇങ്ങനെ ഓരോ ഫീഡ്ബാക്സ് ഒക്കെ തരും. ഓരോ മുക്കും മൂലി അരിച്ചു പെറുക്കി ഫീഡ്ബാക്ക് തരും. അതിലൂടെ നമ്മളെ ദേ വെൽ ക്രാഫ്റ്റഡ് അസ്. അതുപോലെ ഗെറ്റ് ഫീഡ്ബാക്സ്, എല്ലാവരുടെ അടുത്തും നല്ല ഫീഡ്ബാക്സ് ഒക്കെ വാങ്ങിക്കാം. അതുപോലെ മറ്റൊരു കാര്യം എന്താ അറിയോ, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നമുക്ക് കിട്ടുന്ന നമ്മളെ അറിവുകളും അതുപോലെ ഐഡിയാസ് ഒക്കെ ബാക്കിയുള്ളവർക്ക് എത്തിച്ചാൻ കൊടുക്കുന്ന പറ്റുന്ന ഒരു ചാൻസ് ആണിത് അല്ലേ, അങ്ങനെ വിചാരിക്കുക. അതുപോലെ നമ്മൾ നെർവസ് ആകുന്ന സിറ്റുവേഷൻ ഒക്കെ വരും. നമ്മൾ നെർവസ് ആയ എന്താ ചെയ്യുക, സാധാരണ നമ്മൾ 1 മണിക്കൂറിന് അല്ലെങ്കിൽ 2 മണിക്കൂറിനൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നത് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കും. ഇതിന്റെ പകരം നമ്മൾ കാം ഡൗൺ ചെയ്യുക, എന്ന് പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമില് നമുക്ക് ഈ സ്പീക്കിംഗ് പ്രസംഗ മത്സരമൊക്കെ ഉണ്ടാവും. അപ്പം ചെറിയ ടോപ്പിക് ഒക്കെ തരും. അപ്പം ഞാനും പങ്കെടുത്തു. അന്നൊന്നും എന്തിനേലൊക്കെ ഒന്ന് പങ്കെടുക്കണ്ടേ, അങ്ങനെയൊക്കെ ജോയിൻ ചെയ്തതാ. അങ്ങനെ നമ്മൾ ഞാനും പ്രിപ്പയർ ചെയ്തു, കാണാതൊക്കെ പഠിച്ചിട്ട് പോയി. അങ്ങനെ ആ ദിവസം വന്നു, എല്ലാവരും ഇരിക്കുക, മുന്നിൽ ഓഡിയൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, മുന്നിൽ ജഡ്ജസ് ഉണ്ട്. നമ്മൾ ഈ ചെയ്യാനുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ സൈഡിൽ ഇരിക്കുക. ഓരോരുത്തരും ചെസ്റ്റ് നമ്പർ ഒക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കില്ല, കൈയൊക്കെ ആകെ മരവിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്നെ വിളിച്ചു, ഞാൻ കേറി ഒരു 2 ലൈൻ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടാവും.
പിന്നെ അപ്പോഴാണ് ഞാനിങ്ങനെ നോക്കണത്, എല്ലാരും എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു തീർക്കണ്ടേ? അത് ഓർത്തതേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഐ എം ജസ്റ്റ് ഫ്രോസൺ. പിന്നത്തെ ഒരു 20 to 30 seconds ഉണ്ടല്ലോ, ഹൊറിഫിക് ആയിരുന്നു. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോ നിക്കണോ അതോ ഞാൻ പോണോ? അപ്പൊ ഇങ്ങനെ എന്തോ ഒരു ഉൾവിളി വന്നു, എന്തായാലും ഫുള്ള് മറന്നേ, തെറ്റി. എന്നാ പിന്നെ ഇപ്പൊ പറഞ്ഞു വെച്ചതില്ലേ, ആ ഒരു 2 ലൈൻ, അത് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ? അങ്ങനെ ഞാനത് വീണ്ടും പറഞ്ഞു തുടങ്ങി. പറഞ്ഞു തുടങ്ങിയപ്പോ ദ വേർഡ്സ് ആർ ജസ്റ്റ് ഫ്ലോയിങ്. അങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞു. ദ എൻറ്റയർ സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു തീർത്തവിടെ, വിത്തൗട്ട് എനി മിസ്റ്റേക്ക്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ അറിയോ? ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ വി വയർ അവർ ഹെഡ്. നമ്മളെ പെർസെപ്ഷൻ പോലെയാണ്. നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, ദ ഔട്ട്കം ഈസ് ജസ്റ്റ് ദ റിസൾട്ട് ഓഫ് ദാറ്റ്. ഇവിടെയൊക്കെ നിങ്ങളൊക്കെ നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്താ അറിയോ? ആദ്യം ചെയ്യേണ്ടത് ഷിഫ്റ്റ് ദ പെർസെപ്ഷൻ. നമ്മൾ നമ്മളെ ബ്രെയിനിനെ റീവയർ ചെയ്യാം, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാം. അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ല ഇതുപോലുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക, നന്നായിട്ട് ലേൺ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ബാക്കിയുള്ളവർ എന്താ ചിന്തിക്കുക എന്ന ചിന്തയെ മാറ്റിവെക്കുക. നമ്മൾ അവിടെ വന്നത് ഒരു ജോബ് ചെയ്യാനാണ്, പ്രസംഗിക്കാൻ വന്നതാണ്, അല്ലേ? അപ്പോ ബാക്കിയുള്ളവർ എന്താ ചിന്തിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മളെ കൺട്രോളിലുള്ള കാര്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ഏൽപ്പിച്ച ജോലി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, എഡ്യൂക്കേഷൻ ആവാം, മോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ എന്റർടൈനിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആവാം, എന്ത് തന്നെ ആയാലും അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കുക. അതുപോലെ മറ്റൊരു കാര്യം എന്താ അറിയോ? നമ്മൾ എന്താണോ അതായിട്ടിരിക്കുക. ഡോണ്ട് കോപ്പി ഓർ ഇമിറ്റേറ്റ് എനിബഡി. ഈ ലോകത്ത് സക്സസ് ആയിട്ടുള്ളവർക്കൊക്കെ ദേ ഹാവ് ദെയർ ഓൺ സ്കിൽസ്. അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്, സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻസ് ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും, അത് നമ്മൾ കണ്ടുപിടിക്കണം. എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കുറെ പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുക, നല്ല നല്ല സ്കിൽസ് ഒക്കെ നേടിയെടുക്കുക. അതിന് ഇതുപോലുള്ള കോഴ്സുകളൊക്കെ ഒത്തിരി ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? പബ്ലിക് സ്പീക്കിംഗ് എന്തായിരിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഉണ്ടാവുക നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങള്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബ്രേക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. ഒരു കണ്ടന്റ് കിട്ടിയാൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് തന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ഓവർ തിങ്കിങ് ഒക്കെ ഒഴിവാക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുക. ചെറിയ ചെറിയ സ്കില്ലുകളെ നമ്മൾ വളർത്തിയെടുത്ത് കൊണ്ടുവരിക, നല്ല നല്ല കമ്മ്യൂണിറ്റികളിൽ ജോയിൻ ചെയ്യുക, നല്ല ഫീഡ്ബാക്സ് നേടുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇത്തരത്തിലുള്ള കോഴ്സിലൂടെ വി വിൽ ലേൺ ടു ഓവർകം അവർ ആൻസൈറ്റി, അവർ സ്ട്രെസ്, നല്ല കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മൾ ഓഡിയൻസിനായിട്ട് എങ്ങനെയാണ് കണക്ട് ആവേണ്ടത് എന്നൊക്കെ പഠിക്കാൻ പറ്റും. ആക്ച്വലി ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയാണ്. ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റും. എനിക്കും അതുപോലെ ഇവിടെ ഈ റിട്ടോറിയൽ നിങ്ങൾ കണ്ടവർക്ക് മാത്രമല്ല, എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. Unleash your potential, inspire and motivate, making a lasting impact on the world. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്ര നേരം എന്നെ കേട്ടോണ്ടിരുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, റിട്ടോറിയ ടീമിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു റിസ്വാന മാം. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻസ്പയറിംഗ് സ്പീച്ച്. ഒരുപാട് കാര്യങ്ങൾ മാം നമുക്ക് പറഞ്ഞു തന്നു അല്ലെ? പബ്ലിക് സ്പീക്കിംഗ് എന്താണ്, അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് ടിപ്സോട് കൂടി, ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസോട് കൂടി ആള് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം, ഞങ്ങൾ മെന്റേഴ്സ് എപ്പോഴും പറയുന്നതാണ്, നമ്മളൊരു ടോപ്പിക്ക്, ഒരു സബ്ജക്റ്റ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് മറന്നു പോകും. അപ്പൊ അവര് നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ ആ ക്രാഫ്റ്റിൽ തന്നെ പിടിച്ചു തൂങ്ങാതെ നമ്മൾക്ക് എന്താണോ പറയാൻ കിട്ടുന്നത് അത് പറയാം. അപ്പൊ എന്റെ ചെറുപ്പകാലത്തുണ്ടായ ഒരു ഇൻസിഡന്റ് കൂടി ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ്. ഒരു 9th പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഒരു പ്രസംഗ മത്സരത്തിന്റെ ഒരു വേദി കിട്ടി. അപ്പൊ അവിടെ ചെന്നിട്ട് അന്ന് ഒരു 9th ഒരു 4 pages ഉണ്ട്.
അത് നമ്മൾ പഠിച്ചിട്ട് പറയാണ്. ടീച്ചേഴ്സ് നമുക്ക് കണ്ടന്റ് തരും. അപ്പൊ അതും ആയിട്ട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരുവിധം തിരക്കേടില്ലാതെ പറഞ്ഞു. അപ്പോ പ്രൈസ് അനൗൺസ് ചെയ്തപ്പോ ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. അപ്പോ ബാക്കിയുള്ള സ്റ്റുഡൻസ് വന്ന് കംപ്ലൈന്റ് കൊടുത്തു ജഡ്ജസിന്റെ അടുത്ത്. അവർ പറഞ്ഞത് ഒരു പേജ് ഞാൻ വിട്ടുപോയി എന്നാ. ഞാൻ ആ പേജ് വിട്ടത് എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് വിട്ടു. പക്ഷെ അവിടെ ഞാനത് വിടാത്ത പോലെ അടുത്തേക്ക് കടന്നു. പക്ഷെ ജഡ്ജസ് അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ നമ്മൾ എന്ത് ക്രാഫ്റ്റ് ചെയ്താലും നമ്മൾ അത് ആ പറയുന്ന സമയത്ത് നമ്മൾ വേറെ പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് എപ്പോഴും നമ്മളുടെ 2 മെന്റേഴ്സ് നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പൊ അത് കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പറയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് നമ്മുടെ ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഓഡിയൻസിനും എന്തെങ്കിലും ഡൗട്ട് നമ്മളുടെ ഈ കോഴ്സിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ 2 മെന്റേഴ്സ് ഇവിടെ ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ നമ്പർ തരാം. എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മളുടെ വോട്ട് ഓഫ് താങ്ക്സ് ആണ്. വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് മിസ് നവലിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഓവർ ടു യു നവൽ. ഈ കോഴ്സിൽ ചേരാൻ എത്ര ഫീസ്? ഓക്കെ, നിങ്ങളുടെ നമ്പർ ഒന്ന് കണക്ട് ചാറ്റ് ബോക്സിൽ ഇടോ മാം, അതിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടും കേട്ടോ. ഓവർ ടു യു നവൽ. Thank you, Shahida ma'am, for the warm welcome. If you can speak, you can influence. And if you can influence, you can change lives. Hi, my name is Naval Akbar, and I'm doing my BTech in Computer Science Engineering. അപ്പോൾ നമ്മളിപ്പോ റിസ്വാന മാമിന്റെയും അതുപോലെ ഷാഹിദ മാമിന്റെ ഒക്കെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസസും പിന്നെ അതുകൂടെ എങ്ങനെ ഒരു പബ്ലിക് സ്പീക്കർ ആവാം എന്നൊക്കെ കേട്ടതല്ലേ? നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഇത് കേട്ടപ്പോൾ ഒരുപാട് റിലയബിളും അതുപോലെ ഭയങ്കര ഇൻസ്പയറിംഗ് ഒക്കെ ആയിട്ട് തോന്നി. അപ്പൊ റിട്ടോറിയ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം എനിക്ക് ഒരുപാട് നോളേജ് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ജസ്റ്റ് പബ്ലിക് സ്പീക്കിംഗ് എങ്ങനെയാണ് സംസാരിക്കുക, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗിന്റെ ടെക്നിക്സ്, സ്ട്രാറ്റജീസ് എന്താണ്, അല്ലാണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്കില്ല് കിട്ടിയ എന്താ വെച്ചാൽ കോൺഫിഡൻസ് ആണ്. അപ്പൊ ഞാൻ പേഴ്സണലി ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഒരുപാട് സെമിനാർസ് അതുപോലെ പ്രൊജക്ട്സ് അങ്ങനെ ഒരുപാട് പ്രസന്റ് ചെയ്യേണ്ട ഓരോരോ അവസരങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ഓരോ അവസരത്തിലും ഞാൻ കോൺഫിഡൻസോടുകൂടി പ്രസന്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു ഇതുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പൊക്കെ അയ്യോ പറ്റൂ അല്ലെങ്കിൽ ചെയ്യണം എന്തായാലും നമ്മൾ, അപ്പോൾ ഇത് കുറച്ചും കൂടി നന്നായി ചെയ്യണം. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് കിട്ടി. അത് ജസ്റ്റ് സംസാരിക്കുന്നത് കോൺഫിഡൻസോട് കൂടി അങ്ങനെയല്ല. നമ്മൾ സംസാരിക്കുന്ന കാര്യം അത് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരാൾക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് സംസാരിക്കുക. അതിലായിരുന്നു എനിക്ക് കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കാൻ പറ്റി. അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഇന്ന് തന്നെ ഒരു സെമിനാർ പ്രസന്റ് ചെയ്തതിനു ശേഷം അവിടെ വന്നിരിക്കുന്നത്. എനിക്കത് നന്നായി ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതിന് താങ്ക്സ് ടു റിട്ടോറിയ. ആൻഡ് കമ്മിങ് ടു മൈ സെക്ഷൻ വോട്ട് ഓഫ് താങ്ക്സ്. അപ്പോ ഈ ഹോൾ കോഴ്സിന്റെ ഒരു ഫുൾ ജേർണി, അതുകൂടാതെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് വെബിനാർ പറയുന്ന ഒരു ഇതിലെത്തിച്ചത് എന്തായാലും റിട്ടോറിയയുടെ 2 സ്ട്രോങ് പില്ലേഴ്സ് ആയ ലൈല മാമും അതുപോലെ റസീന മാമും ആണ്. അപ്പോ താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് മാം. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മളുടെ ഈ ഒരു സെഷന്റെ MC ഷാഹിദ മാം. ആൻഡ് മാം ഈ ഹോൾ സെഷൻ നന്നായി ഗൈഡ് ചെയ്ത് കൊണ്ടുപോയി. അതുകൂടാതെ മാമിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് പിന്നെ അതുപോലെ മാം എന്തൊക്കെ പഠിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അത് ഭയങ്കര എന്താ പറയാ രസമുള്ളതാക്കി മാമിന്റെ ആ ഒരു ഹോൾ സ്പീച്ച് തന്നെ. പിന്നെ കമ്മിങ് ടു കീനോട്ട് അഡ്രസ്, റിസ്വാന മാം പറയേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, എനിക്കും ഇങ്ങനെയാണല്ലോ, ശരിയാണ്, അങ്ങനത്തെ ഒരു ഇത് എനിക്ക് അതുപോലെ ഒരു നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പീച്ച് ആയിരുന്നു. ആൻഡ് മാമിനും എന്റെ വക നന്ദി പറയുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു സെഷന്റെ ഏതൊരു പ്രോഗ്രാമിന്റെയും മെയിൻ സക്സസ് എന്ന് പറയുന്നത് ഓഡിയൻസിലാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം ഇതുപോലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വെബിനാറിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അതിനു വേണ്ടി വന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോ നിങ്ങൾക്ക് ഇനിയിപ്പോ റിട്ടോറിയനെ കുറിച്ച് വല്ല ഡൗട്ട്സ് വല്ല ഉണ്ടെങ്കിൽ ഇപ്പം ഷാഹിദ മാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക്
ബോക്സ് ലൈക് ചാറ്റ് ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് ചോദിക്കാം, കോണ്ടാക്ട് നമ്പർ ഇടാം, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം ടൈമായി, നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് മെല്ലെ സെഷനൊക്കെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ലൈക് പിന്നെയും താങ്ക്സ് അലോട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം അല്ലേ?